ഒരിക്കലും നന്നാവില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കോൺഗ്രസിനെ നയിക്കാനോ നിയന്ത്രിക്കാനോ ഒരു നട്ടല്ലും ചങ്കുറപ്പുമുള്ള നേതാവില്ല. BJP സംബന്ധിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, യോഗി ആദിത്യനാഥ് അങ്ങനെ ഒരു നീണ്ട നിര തന്നെ ശക്തരായ നേതാക്കൾ നയിക്കാനും നിയന്ത്രിക്കാനും BJPക്കുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കുടുംബ വാഴ്ച എന്നതിനപ്പുറം ഒരു നേതാവ് അവർക്കില്ല. സോണിയാഗാന്ധിക്ക് പിന്നാലെ രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ പ്രിയങ്ക ഗാന്ധി, പ്രിയങ്ക ഗാന്ധിക്ക് പിന്നാലെ റോബർട്ട് വദ്ര, അതിന് പിന്നാലെ ഇവരുടെയൊക്കെ മക്കൾ. ഇതാണ് കോൺഗ്രസിൽ നടക്കുന്നത്. അണികൾക്ക് ഒരു വിലയും നൽകാതെ അവരെ അടിമകളാക്കി വച്ചിരിക്കുന്ന ഒരു നയം. എന്തുകൊണ്ട് വയനാടിൽ കെ മുരളീധരനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല? പ്രിയങ്കയെ കൊണ്ടുവന്ന മത്സരിപ്പിക്കുന്നു. ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. അതായത് കേരളത്തിൽ ആധിപത്യം സ്ഥാപിക്കുക, അത് തന്നെയാണ് ഗാന്ധി കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന ഒരു രീതി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പാർലമെന്റ് രാഷ്ട്രീയത്തിലും നെഹ്റു കുടുംബത്തിന്റെ ആധിപത്യം ആരംഭിച്ചിരിക്കുകയാണ്. സോണിയാഗാന്ധി രാജ്യസഭയിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ലോക്സഭയിലും കോൺഗ്രസിനെ നയിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. വയനാട്ടിൽ നിന്ന് രാഹുൽ മാറുന്ന ഒഴിവിലേക്ക് പ്രിയങ്ക എത്തിക്കുവാനുള്ള നീക്കവും ഇതിന്റെ ഭാഗമാണ്. അതായത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലിരിക്കുന്ന മല്ലികാർജുൻ ഖാർഗെയ്ക്കും മറ്റ് നേതാക്കൾക്കും പ്രത്യേകിച്ച് ഒരു റോളും കോൺഗ്രസിൽ ഇനി ഉണ്ടാകില്ല. ഇനി കോൺഗ്രസിൽ നിന്ന് പാർലമെന്റിലെത്താൻ സാധ്യതയുള്ള മറ്റൊരാൾ പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വദ്രയാണ്. ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അമേഠിയിൽ മത്സരിക്കാൻ താൽപ്പര്യപ്പെട്ട രംഗത്ത് വന്നിരുന്ന റോബർട്ട് വദ്രയ്ക്ക് കോൺഗ്രസ് സീറ്റ് നൽകാതിരുന്നത് BJP രാഷ്ട്രീയമായി ഉപയോഗിക്കുമെന്ന ഒറ്റ കാരണത്താലാണ്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ രാജ്യസഭയിലെത്താനാണ് ഇപ്പോൾ റോബർട്ട് വാദ്രയും ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒഴിവ് വരുമ്പോൾ മത്സരിക്കാനാണ് നീക്കം. സ്വാഭാവികമായും അത് നടക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ വന്നാൽ സോണിയാഗാന്ധിയുടെ കുടുംബത്തിൽ നിന്ന് 4 പേരാകും പാർലമെന്റിൽ ഉണ്ടാവുക. BJPക്ക് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിഷ്പ്രയാസം അധികാരത്തിൽ വരാനുള്ള സാഹചര്യമാണ് സോണിയയും മക്കളും മരുമകനും ആയിട്ട് ഉണ്ടാക്കുന്നത്. എത്ര തിരിച്ചടി നേരിട്ടാലും കോൺഗ്രസ് പാഠം പഠിക്കുന്നില്ല എന്നതിൻ്റെ ഒന്നാന്തരം ഉദാഹരണം കൂടിയാണത്. യഥാർത്ഥത്തിൽ സോണിയാഗാന്ധി കുടുംബത്തിൻ്റെ ഒരു കറക്കു കമ്പനി മോഡലിലാണ് കോൺഗ്രസ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇത്തവണ സീറ്റ് നിലയിൽ മുന്നേറ്റമുണ്ടാക്കിയതാണ് ആ കുടുംബത്തിൻ്റെ അഹങ്കാരത്തിന് കാരണമായിരിക്കുന്നത്. അവിടെയും അവർ തിരിച്ചറിയാതെ പോയിരിക്കുന്നത് യഥാർത്ഥ വസ്തുതയാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസിന് ഇത്ര സീറ്റുകളായിരുന്നു ലഭിക്കുന്നത് എന്നതുകൂടി സോണിയയും അവരുടെ കുടുംബവും ഓർക്കുന്നത് നല്ലതാണ്. മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ കൊണ്ടാണ് കോൺഗ്രസിന് സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതില്ലായിരുന്നുവെങ്കിൽ 2019 വലിയ തിരിച്ചടി കോൺഗ്രസിന് ലഭിക്കുമായിരുന്നു. മോദി സർക്കാരിന്റെ നയങ്ങളെ ശക്തമായി എതിർക്കുമ്പോൾ തന്നെ കോൺഗ്രസ് ഭരിച്ച കാലത്തെ നെറികേടുകളും ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. രാജ്യത്തെ ഞെട്ടിച്ച അഴിമതിയാണ് 2ാം UPA സർക്കാരിന്റെ കാലത്ത് നടന്നിരുന്നത്. വലിയ അഴിമതി കേസുകളിൽപ്പെട്ട മൻമോഹൻ സർക്കാരിലെ എത്ര കേന്ദ്രമന്ത്രിമാർ അകത്തായി എന്നത് നാം ഓർക്കേണ്ടതുണ്ട്. കോൺഗ്രസിലെ കുടുംബവാഴ്ചയ്ക്ക് കുട പിടിക്കുന്നവർ ഇതൊന്നും തന്നെ മറന്നു പോകരുത്. സകല മേഖലകളിലും അഴിമതി പടർന്ന ഒരു സർക്കാരിനെയാണ് മൻമോഹൻ സിംഗ് നയിച്ചിരുന്നത്. പ്രധാനമന്ത്രി സ്ഥാനത്ത് മൻമോഹൻ സിംഗ് ആയിരുന്നുവെങ്കിലും അക്കാലത്ത് പിൻസീറ്റ് ഡ്രൈവ് നടത്തിയിരുന്നത് സോണിയാഗാന്ധിയുടെ കുടുംബമായിരുന്നു. അന്ന് നടത്തിയ നിരവധി അഴിമതികളിൽപ്പെട്ടാണ് റോബർട്ട് വദ്ര എന്ന പ്രിയങ്കയുടെ ഭർത്താവും അഴിമതി കേസിൽ പ്രതിയായിരിക്കുന്നത്. ആ കേസുകൾ ഇപ്പോഴും ലൈവായിട്ടാണുള്ളത്.